with sleeping with one's mother. Science simply says if you sleep with a human being, another human being, this will happen. That will happen. എന്തിനാടാ ആരിഫ് ഹുസൈനെ മണ്ട മരമണ്ട എന്ത് തെറ്റാണ് ഇവിടെ ഞങ്ങൾ ചെയ്തത്? എന്തിനാ ഇങ്ങനെ ഞങ്ങളെ ചിരിപ്പിച്ചു കൊല്ലണത്? മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇപ്പൊ എന്തായി കാണാനായി. എന്തിനാടാ മണ്ട അങ്ങോട്ട് പോയത്? എനിക്ക് ഇവിടെ ഉള്ള മണ്ടന്മാരെ പറ്റിച്ചാ പോരായിരുന്നോ? അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായി. നാട്ടിൽ AI വരെ ഇവനെ പിടിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ചർച്ചയ്ക്ക് വരികയില്ല, ഫുള്ള് ഓഫ്ലൈൻ ചർച്ച താല്പര്യമുള്ളൂ. ഓൺലൈൻ ചർച്ച പെരും പേടിയാണ്. UAE ടീം ഇവനെ പല പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചതാണ്, ഓൺലൈൻ ചർച്ചയ്ക്ക്. പക്ഷെ വരില്ല, ഓഫ്ലൈൻ ചർച്ച മാത്രം. ടെക്നോളജി ഇവന് പെരും പേടിയാണ്. നാട്ടിലൊന്നും കിട്ടിയത് പോരാട്ടി വന്നിരുന്നു നേരെ ഇസ്രായേലിലേക്ക് ഫ്ലൈറ്റ് കയറി. ആ സമയത്ത് ഒരു കമന്റ് വന്നിരുന്നല്ലോ, ഇറങ്ങിപ്പോടാ ഞങ്ങളെ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ മണ്ടന് നമ്മളെ കുറെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാൻ എന്ത് ചെയ്തിന് പിന്നെ വേറെ പരിപാടിക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ എന്ത് ചെയ്ത് UK ഫ്ലൈറ്റ് കയറി. ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഇവന്റെ വൃത്തിയട്ട പരിപാടികൾ കേട്ടിട്ട്, ഇവന്റെ സംസാരത്തിലുള്ള വൃത്തിയട്ട ഭാഷകൾ കേട്ടിട്ട് ഇവന്റെ പരിപാടി എന്താ അറിയോ? സാധാരണക്കാരായ ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് അവന്റെ സൗണ്ട് കൂട്ടി വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന, എന്ന് വെച്ചാൽ ഇന്ന സാധനം ഖുറാനിലുണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സംഘികൾക്ക് വേണ്ടി പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി നടപ്പാക്കാൻ വേണ്ടി നേരെ UK കയറി. UK സ്പീക്കേഴ്സ് കോർണറിൽ പോയിട്ട് അവിടെ പോയി ആശാൻ മണ്ടൻ എന്ന് പറയാ, ലണ്ടനിൽ പോയ മണ്ടൻ നാളും കെട്ട് വന്നിരിക്കുകയാണ്. എന്തിനാ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? എന്തിനാ ഞങ്ങൾ എങ്ങനെ ചിരിപ്പിച്ചു കൊല്ലണത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നതിന് ഇവിടെ നാട്ടിൽ നിന്നാ പോരായിരുന്നോ? വല്ലാത്തൊരു ചെറുക്കം തന്നെയാണ് ഈ അവിടെ നടന്ന കാര്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആരിഫ് ഹുസൈന് മണ്ടന് സ്ഥലം മാറിപ്പോയി. ഇവൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവന്റെ ലൈവ് പരിപാടിയാണെന്നാണ്, അല്ലെങ്കിൽ ഇവന്റെ യൂട്യൂബ് ചാനലാണെന്ന് അവന്റെ വിചാരം. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തറിയോ? ഇവൻ എന്ത് ചെയ്ത് ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറയുന്നത് എന്ത് ചെയ്ത് അവിടെ നേരെ പോയാണ്ട് ഛർദിച്ചു. അതാണ് സംഭവിച്ചത്. ഈ പച്ചക്കള്ളം കേൾക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്ത് ഇവരും എന്നോട് പിടിച്ചു. ഇയാളെ പിടിച്ചെന്ത് ചെയ്ത് തെളിവ് ചോദിച്ചു. ആ സമയത്ത് ആരിഫ് ഹുസൈന് അരമണിക്കൂർ നീക്കന്നെ ശരിയാണ്. ലാസ്റ്റ് കളിക്ക് പറയാണ് എന്റെ ഫോണിൽ നെറ്റില്ല, ലണ്ടനിൽ നെറ്റില്ല. ഇത് ഞാൻ ലൈവില് പറയാതെ എന്തുവാടേ ഇത്രയും കാലം പറഞ്ഞിരുന്നത്? ഞാൻ ലൈവില് വരുന്നില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നായിരുന്നു. ഇപ്പൊ നേരിട്ട് സംസാരിക്കാൻ ഒരു വേദി കിട്ടിയപ്പോ ഓഫ്ലൈൻ പറ്റില്ല, ഓഫ്ലൈൻ പറ്റില്ല, ഓൺലൈനിലാണ് പാടിയത്. ഇപ്പൊ ഓൺലൈനിൽ മറുപടി പറയാതെ എന്തിനാടോ? നീ അങ്ങോട്ട് കയറി കൊടുത്തതല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആരിഫ് ഹുസൈനെ മണ്ട മരമണ്ട നിന്നെ അങ്ങനെ തന്നെ വിളിക്കേണ്ടത്. ഇവിടെ വല്ല സംഖ്യകളെയും പറ്റിച്ച് പിരിവെടുത്ത് ജീവിച്ചാ പോരായിരുന്നോ? എന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടോ? പിന്നെ ആരിഫ് ഹുസൈന്റെ മുഖം നിങ്ങളൊന്ന് കാണണം. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണി. ഏതായാലും ഇനി ആരിഫ് ഹുസൈന് ആത്മഹത്യ മാത്രമുള്ള വഴി. കാരണം വെട്ടി ഉയർത്തി നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോഴുണ്ടല്ലോ, മലൻ ടിവിയിലെ അനിൽ നമ്പ്യാർ പോലും പൊട്ടിക്കരഞ്ഞു പോയി. എടാ ആരിഫ് ഹുസൈനെ, നീ ഒന്നും ആലോചിക്കേണ്ടിയിരുന്നു. സംഘികളുടെയും സയനിസ്റ്റുകളുടെയും എച്ചിൽ വാങ്ങി കറങ്ങി നടക്കുന്ന നേരത്തെ വിമർശിക്കാനെങ്കിലും ഖുർആനൊന്നും എടുത്ത് കുറച്ചെങ്കിലും വായിച്ചു നോക്കാമായിരുന്നു. ഇനിയും നീ നിന്ദ്യനും നീചനുമായ ഈ ദുനിയാവിൽ നിന്ന് നീ പോകും.